ഒന്ന് രണ്ട് ഫോർമുല തന്നെയാണ്, അത് പ്രോബ്ലം ആയിട്ടാണ് തന്നേക്കുന്നത്. ഫസ്റ്റ് വൺ, ഷോ ദാറ്റ് എ cos z is equal to cos x cos hy minus I sin x sin hy. Cos z is equal to cos x cos hy minus I sin x sin hy. Sin z is equal to sin x cos hy plus I cos x sin hy. Cos z is equal to cos x cos hy minus I sin x sin hy. Sin z is equal to sin x cos hy plus I cos x sin hy. Modulus of cos z square is equal to cos square x plus sin h square y. Modulus of sin z square is equal to sin square x plus sin h square y. And give some application of this formula. And give some applications of these formulas. Cos z-ൻ്റെയും sin z-ൻ്റെയും വാല്യൂസ് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ. കോസ് എക്സ് കോസ് എച്ച് വൈ മൈനസ് ഐ സൈൻ എക്സ് സൈൻ എച്ച് വൈ ആണ് പ്രൂവ് ചെയ്യണം. അതുപോലെ സൈൻ ഇസഡിൻ്റെ വാല്യൂ സൈൻ എക്സ് സൈൻ കോസ് എച്ച് വൈ പ്ലസ് ഐ കോസ് എക്സ് സൈൻ എച്ച് വൈ ആണ് പ്രൂവ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ മോഡുലസ് വാല്യൂ ഇൻ ടേംസ് ഓഫ് എക്സും വൈയും അല്ലേ. കോസിൻ്റെ നമ്മുടെ റിയൽ സിസ്റ്റത്തിൽ ഇതിൻ്റെ വാല്യൂസാണ് വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം. ആദ്യം നമുക്ക് കോസ് ഇസഡ് നോക്കാം. കോസ് ഇസഡ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ്? ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2 ആണ്. നമ്മൾ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നെടുത്താൽ കോസ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ ഇൻറ്റു ഇസഡിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം ഇ റേസ് ടു ഐ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇ റേസ് ടു ഐ എക്സ് പ്ലസ് ഐ സ്ക്വയർ വൈ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് മൈനസ് ഐ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇത് നമുക്കറിയാം ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ എക്സ് മൈനസ് വൈ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. നമ്മൾ 1/2 കോമൺ ആയിട്ട് നമ്മൾ എടുത്താൽ 1/2 ഇ റേസ് ടു ഐ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ എന്ന് വരും. പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ എന്ന് വരികയല്ലേ. അതായത് ഇ റേസ് ടു എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി ആണ്. നമ്മളവിടെ ഇതിവിടെ അപ്ലൈ ചെയ്യുക. അപ്പം 1/2 കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു ഐ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ എന്ന് വരും. ഇനി ഇ റേസ് ടു ഐ എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇ റേസ് ടു ഐ എക്സ് എന്ന് പറയുമ്പം അത് കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ പ്ലസ് അടുത്ത ടേം ഇ റേസ് ടു മൈനസ് ഐ എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ. ഇ റേസ് ടു മൈനസ് ഐ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് മൈനസ് ഐ സൈൻ എക്സ് ആണ്. കോസ് എക്സ് മൈനസ് ഐ സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ എന്ന് വരും. അപ്പോൾ നമുക്ക് ഇ റേസ് ടു ആദ്യത്തെ ടേമിന് നമുക്ക് കോസ് എക്സുകൾ നോക്കുവാണെങ്കിൽ 1/2 കോസ് എക്സ് ഇ റേസ് ടു മൈനസ് വൈ പ്ലസ് കോസ് എക്സ് ഇ റേസ് ടു വൈ പ്ലസ് ഐ ടേം എടുക്കുവാണെങ്കിൽ സൈൻ എക്സ് ഇ റേസ് ടു മൈനസ് വൈ മൈനസ് സൈൻ എക്സ് ഇ റേസ് ടു വൈ. 2 കോമൺ ആണ്.
അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ആദ്യത്തെ ടേംസിനകത്ത് കോസ് എക്സ് നമ്മൾ പുറത്തെടുത്താൽ ഇത് 1/2 cos x e⁻y പ്ലസ് e⁻−y എന്ന് കിട്ടി. അടുത്തതിൻ്റെ അത് നമ്മൾ മൈനസ് ഐ ആണ്, മൈനസ് സൈൻ എക്സ് ആണ്, ഐ സൈൻ എക്സ് പുറത്തെടുത്താൽ e⁻y മൈനസ് e⁻−y എന്ന് കിട്ടും. ഇത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് കിട്ടാൻ എളുപ്പത്തിന് നമുക്ക് ആൻസറും കൂടെ നോക്കിയിട്ട് വേണമല്ലോ ചെയ്യാം. നമുക്ക് മൈനസ് ഐ സൈൻ എക്സ് ആണ് അവിടെ വേണ്ടത്. അതുകൊണ്ട് നമ്മൾ മൈനസ് ഐ സൈൻ എക്സ് പുറത്തെടുത്തപ്പം നമുക്ക് ഇതാദ്യം വരും, e⁻y മൈനസ് e⁻−y എന്ന് വരും. ഈ 2 കോമൺ ആണ്. നമുക്കിതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഇത് കോസ് എക്സ് e⁻y പ്ലസ് e⁻−y/2 മൈനസ് ഐ സൈൻ എക്സ്, ഈ 2 ഇങ്ങോട്ട് വരുമ്പം e⁻y മൈനസ് e⁻−y/2 എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടി? കോസ് എക്സ് ഇൻറ്റു e⁻y പ്ലസ് e⁻−y/2 മൈനസ് ഐ സൈൻ എക്സ് ഇൻറ്റു e⁻y മൈനസ് e⁻−y/2. ഇതെന്ന് പറയുന്നത് നമുക്കറിയാം കോസ് എച്ച് വൈയും ഇത് സൈൻ എച്ച് വൈയും. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ മൈനസ് ഐ സൈൻ എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ എന്ന് വരും. അപ്പം നമുക്ക് വേണ്ട റിസൾട്ടായി. ഇതായിരുന്നു നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത റിസൾട്ട് ഞാൻ പറയാം. e⁻y പ്ലസ് e⁻−y/2 എന്ന് പറയുന്നത് കോസ് എച്ച് വൈയും, കോസ് ഹൈപ്പർബോളിക് ആകുമ്പം അവിടെ ഐ വരികയില്ല, അത് ഓർത്തോണേ, ഡിനോമിനേറ്ററിൽ വൈ ഇല്ല. സൈൻ e⁻y മൈനസ് e⁻−y/2 എന്ന് പറയുന്നത് സൈൻ എച്ച് വൈയും വരും. അപ്പോൾ നമുക്ക് കോസ് എച്ച് വൈയും സൈൻ എച്ച് വൈയുടെയും വാല്യൂസ് ഇതിൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടി. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് സൈനിസഡ് ഇതേപോലെ തന്നെ സിമിലറാണ്. സൈനിസഡ് ഇസ് ഈക്വൽ ടു e⁻iz മൈനസ് e⁻−iz/2i. നമുക്ക് 1/2i പുറത്തെടുത്താൽ z ഇസ് ഈക്വൽ ടു നമ്മൾ എക്സ് പ്ലസ് ഐ വൈ കിട്ടുമ്പോൾ ഐ എക്സ് പ്ലസ് ഐ വൈ മൈനസ് e⁻−i(x+iy) എന്ന് വരും. അപ്പോൾ 1/2i e⁻ix i²y നമ്മളിപ്പോൾ മുമ്പ് ചെയ്തതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റെപ്പും ചെയ്യുന്നില്ല. ix പ്ലസ് i²y നമുക്ക് മൈനസ് y എന്നെടുക്കാം. മൈനസ് e⁻−ix മൈനസ് i²y ആകുമ്പോൾ അത് പ്ലസ് y എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2i e⁻−y ഇൻറ്റു e⁻ix മൈനസ് e⁻y ഇൻറ്റു e⁻−ix എന്ന് വരും. നമ്മൾ e⁻a+b നമുക്ക് e⁻a ഇൻറ്റു a⁻b തന്നെ. അപ്പോൾ e⁻ix ഇൻറ്റു e⁻−y, ഇവിടെ e⁻−ix ഇൻറ്റു e⁻y. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2i e⁻−y ഇൻറ്റു e⁻ix എന്ന് പറയുമ്പോൾ കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് മൈനസ് e⁻y ഇൻറ്റു e⁻−ix എന്ന് പറയുമ്പോൾ കോസ് എക്സ് മൈനസ് ഐ സൈൻ എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2i e⁻−y കോസ് എക്സ് പ്ലസ് ഐ e⁻−y സൈൻ എക്സ് മൈനസ് e⁻y കോസ് എക്സ് പ്ലസ് ഐ e⁻y സൈൻ എക്സ് എന്ന് വരും. അപ്പോൾ 1/2i കോസ് എക്സ് ടേംസ് എടുക്കുമ്പം കോസ് എക്സ് ഇൻറ്റു e⁻−y മൈനസ് e⁻y എന്ന് കിട്ടി. പ്ലസ് ഐ സൈൻ എക്സ് ഇൻറ്റു e⁻−y പ്ലസ് e⁻y. ഇതാണ് നമുക്ക് കിട്ടിയത്. നമുക്കിനി വേണ്ട റിസൾട്ടും കൂടെ നോക്കുക. നമുക്ക് വേണ്ടത് കോസ് എക്സ് e⁻−y, നമുക്ക് വേണ്ടത് സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈയും ഐ കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ ഫോമിലുമായിരുന്നു കിട്ടേണ്ടിയിരുന്നത്.
അപ്പോൾ നമുക്ക് ഈ e⁻⁻y മൈനസ് e⁻y ഇവിടെ ഒരു ഐയും ഉണ്ട്. നമ്മളൊരു ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഐ കളയാൻ വേണ്ടി നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം അത് ചെയ്യാം. i/2 cos x i/2i² വരും അല്ലേ. i/2i² is equal to cos x into e⁻⁻y minus e⁻y plus I into sin x e⁻⁻y plus e⁻y. ഇനി i² എന്ന് പറയുന്നത് എന്താ? -1. അപ്പോൾ അത് -1/2 ഈ ഐ അകത്തോട്ട് കയറ്റിയ i cos x e⁻⁻y minus e⁻y പ്ലസ് ഐ അകത്തോട്ട് കയറ്റുമ്പം i² sin x e⁻⁻y പ്ലസ് e⁻y എന്ന് കിട്ടി. നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. നമുക്ക് ആദ്യം ഐ കളയണമായിരുന്നു. ഐ കളയാൻ വേണ്ടി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ i/2i² വരും. 2i² എന്ന് പറയുന്നത് -1 ആണ്. ഈ ഐ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ, നമ്മൾ ആൻസർ കൂടെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. കാരണം നമുക്ക് i cos x ആണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് മൈനസും കൂടെ അകത്തോട്ട് കയറ്റിയ 1/2 i cos x, ഇതിൻ്റെ മൈനസ് കയറുമ്പം e⁻y മൈനസ് e⁻−y എന്ന് വരും. കാരണം നമുക്ക് e⁻−y ആദ്യം കിടന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ e⁻−y മൈനസ് e⁻yക്ക് മൈനസ് വെച്ച് മൾട്ടിപ്ലൈ, അപ്പോൾ ഈ മൈനസ് അകത്തോട്ട് കയറ്റി. ഇവിടെ i² എന്ന് പറയുന്നത് ഓൾറെഡി -1 ആണ്. പിന്നെ ഈ മൈനസും കൂടെ വരുമ്പം -i² എന്ന് പറയുന്നത് +1 പ്ലസ് sin x ഇൻറ്റു e⁻y പ്ലസ് ആയതുകൊണ്ട് ഓർഡർ മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ആദ്യം റിയൽ ടൈം, ഇത് ഇമാജിനറി പാർട്ട്, അപ്പോൾ റിയൽ ആദ്യം എഴുതുവാണെങ്കിൽ sin x e⁻y പ്ലസ് e⁻−y/2 പ്ലസ് i cos x /2 കോമൺ ആണ്, e⁻y മൈനസ് e⁻−y/2 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഓൾറെഡി നമ്മളിവിടെ ഫോർമുല എഴുതിയതാണ്. e⁻y പ്ലസ് e⁻−y/2 എന്ന് പറയുന്നത് cos h ബൈയും e⁻y മൈനസ് e⁻−y/2 എന്ന് പറയുന്നത് sin h ബൈയുമാണ്. അപ്പോൾ ഇത് sin x ഇൻറ്റു പ്ലസ് ആകുമ്പം അത് cos hy പ്ലസ് i ഇൻറ്റു cos x ഇൻറ്റു ഇത് sin hy. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് റിസൾട്ട് പ്രൂവ് ചെയ്തു. ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ചോദിക്കാം. നമ്മൾ സ്റ്റെപ്പ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് വലുതായിട്ട് തോന്നുന്നു. ഇത് പക്ഷേ നമുക്ക് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ കിട്ടുന്നൊരു കാര്യമാണ്. ജസ്റ്റ് നമ്മൾ എന്തേ ചെയ്തുള്ളൂ, sin z-ൻ്റെ ഫോർമുല എഴുതി. sin z-ൻ്റെ ഫോർമുലയ്ക്കകത്ത് z-ന് പകരം x പ്ലസ് iy എടുത്തു, സിംപ്ലിഫൈ ചെയ്യുന്നു. അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇനി അതിൻ്റെ സി പാർട്ട് നമുക്ക് മോഡുലസ് വാല്യൂ ആണ് വേണ്ടത്. cos z-ൻ്റെ മോഡുലസ് സ്ക്വയർ എത്രയാണ്? അപ്പം നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് cos z എന്താണെന്നുള്ളത് ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. cos z നമ്മളിപ്പോൾ പ്രൂവ് ചെയ്താണ്. cos x cos hy മൈനസ് i sin x sin hy. ഇതല്ലേ നമുക്കിപ്പോൾ കിട്ടിയ റിസൾട്ട്. cos z-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് cos x cos hy മൈനസ് i sin x sin hy ആണ്. അപ്പം മോഡുലസ് ഓഫ് cos z എന്ന് പറയുന്നത് സ്ക്വയർ എന്ന് പറയുന്നത് cos x cos hy ദ ഹോൾ സ്ക്വയർ പ്ലസ് x² പ്ലസ് y² ഫോമാണല്ലോ വരുന്നത്. അത് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ പ്ലസ് sin x sin hy സ്ക്വയർ കിട്ടും. നമുക്ക് എന്ത് കിട്ടി? cos സ്ക്വയർ x cos h² പ്ലസ് sin സ്ക്വയർ x sin h² എന്ന് കിട്ടി. അപ്പം നമുക്ക് ആൻസർ വേണ്ടത് നോക്കിയാൽ cos സ്ക്വയർ എക്സിൻ്റെ ടേംസിലും sin h²y ടേംസിലും. അപ്പോൾ നമുക്ക് cos h²y ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലേ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ. കാരണം cos h²y ആൻസറിൻ്റെ അകത്തില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ട് നമുക്ക് cos h² മൈനസ് sin h² ആണ് 1. നമുക്ക് ട്രിഗ്നോമെട്രിക്കിൻ്റെ അകത്ത് ആണെങ്കിൽ cos സ്ക്വയർ പ്ലസ് sin സ്ക്വയർ 1. ഹൈപ്പർബോളിക്കിൻ്റെ അകത്താണെങ്കിൽ cos h² മൈനസ് sin h² ആണ് 1 വരുന്നത്. അത് കൃത്യം ഓർത്തോണേ. നമ്മൾ cos സ്ക്വയർ പ്ലസ് sin സ്ക്വയർ 1 ആണ്. പക്ഷേ ട്രിഗ്നോമെട്രിക് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഹൈപ്പർബോളിക് ആണെങ്കിൽ cos h² മൈനസ് sin h² ആണ് 1. അതിൽ നിന്ന് നമുക്ക് cos h² y എന്ന് പറയുന്നത് 1 പ്ലസ് sin h² y ആണ്.
നമുക്ക് ആൻസർ വേണ്ടത് ഇൻ ടേംസ് ഓഫ് കോസ് സ്ക്വയറും സൈൻ സ്ക്വയറും ആയതുകൊണ്ട് ദെയർഫോർ മോഡുലസ് ഓഫ് കോസ് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് എക്സ് സ്ക്വയറിന് വരെ നമുക്ക് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ എന്ന് എഴുതാം പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എച്ച് സ്ക്വയർ വൈ. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ വൈ എന്ന് വരും. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താ, നമ്മൾ ഈ ഇക്വേഷൻ കോസ് എക്സ് ഇതിനെ 1 എന്നും ഇതിനെ 2 എന്നും എടുക്കുവാണെങ്കിൽ 1ൻ്റെ അകത്ത് കൊണ്ടുപോയി കോസ് എക്സ് 2ൻ്റെ വാല്യൂ കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1 നമുക്കെന്ത് കിട്ടി, കോസ് ഇസഡ് സ്ക്വയറിൻ്റെ മോഡുലസ് ഓഫ് കോസ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് എച്ച് സ്ക്വയർ നമ്മൾ 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ എന്ന് കൊടുത്തു പ്ലസ് അടുത്ത ടൈം എന്നിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്തു. ഇനി നമുക്ക് കോസ് സ്ക്വയർ എക്സ് പ്ലസ് അടുത്തതിൻ്റെ അത് സൈൻ എച്ച് സ്ക്വയർ കോമൺ ആണ്, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എച്ച് സ്ക്വയർ വൈ എന്ന് കിട്ടി വിച്ച് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് പ്ലസ് ഇതെന്ന് പറയുന്നത് എന്താ 1 ആണ്. അപ്പോൾ സൈൻ എച്ച് സ്ക്വയർ കാരണം എന്താ ഈ വാല്യൂ 1 ആയതുകൊണ്ട് നമുക്ക് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ എന്ന് കിട്ടി. ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഇനി അതിൻ്റെ ഡീ പാർട്ട് നോക്കാം. സൈൻ ഇസഡ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു, അത് സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ കോസ് എക്സ് സൈൻ എച്ച് വൈ ആണ്. അപ്പം സൈൻ ഇസഡിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് സൈൻ എക്സ് കോസ് എച്ച് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് എക്സ് സൈൻ എച്ച് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് കോസ് എച്ച് സ്ക്വയർ വൈ പ്ലസ് കോസ് സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ വൈ എന്ന് കിട്ടി. ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. നമുക്ക് വേണ്ടത് സൈൻ സ്ക്വയറിൻ്റെയും സൈൻ എച്ച് സ്ക്വയറിൻ്റെയും ടേംസ്. നമുക്ക് ആൻസർ വേണ്ടത് നോക്കണം. ആൻസർ കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. സൈൻ സ്ക്വയർ എക്സും സൈൻ എച്ച് സ്ക്വയർ വൈ ആണ്. അപ്പോൾ നമുക്ക് ഈ കോസ് എച്ച് സ്ക്വയർ വൈക്ക് മുമ്പത്തെ പോലെ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നോക്കാം. കോസ് എച്ച് സ്ക്വയർ വൈക്ക് നമ്മൾ ഇക്വേഷൻ 2ൽ പറഞ്ഞിട്ടുണ്ട് അത് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ ആണ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എച്ച് സ്ക്വയർ വൈ. അത് സൈൻ സ്ക്വയർ എക്സ് സൈൻ പ്ലസ് സൈൻ സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ വൈ പ്ലസ് കോസ് സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ വൈ എന്ന് കിട്ടും. അത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈക്ക് നമുക്ക് കോമൺ ആയിട്ട് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് ഇൻറ്റു സൈൻ എച്ച് സ്ക്വയർ വൈ എന്ന് കിട്ടും. അപ്പോൾ അത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 1 ഇൻറ്റു സൈൻ എച്ച് സ്ക്വയർ വൈ. അപ്പോൾ എന്താ കിട്ടിയത്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ എന്ന് കിട്ടി. ഇനി നമ്മളോട് ഇതെല്ലാം പ്രൂവ് ചെയ്യാൻ പറ്റും സം ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കോസ് ഇസഡിൻ്റെ വാല്യൂ ഇപ്പം നമുക്ക് കോസ് ഇസഡ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് കോസ് എച്ച് വൈ മൈനസ് ഐ സൈൻ എക്സ് സൈൻ എച്ച് വൈ എന്ന് നമ്മളിപ്പോൾ കിട്ടി. അതുകൊണ്ട് നമ്മൾക്കിപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു വാല്യൂ സപ്പോസ് ഇസഡ് ഇസ് ഈക്വൽ ടു 2 + 3i കോസ് ഓഫ് 2 + 3i. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, എക്സിന് 2ഉം വൈക്ക് 3യും കൊടുത്താൽ പോരെ. അപ്പോൾ അത് കോസ് 2 കോസ് എച്ച് 3 മൈനസ് ഐ സൈൻ 2 സൈൻ എച്ച് 3 എന്ന് കിട്ടും. ഇത് നമ്മൾ കാൽക്കുലേറ്റർ ചെയ്താൽ മതി. കോസ് 2ൻ്റെയും കോസ് എച്ച് 3യുടെയൊക്കെ വാല്യൂ സയൻറ്റിഫിക് കാൽക്കുലേറ്ററെ കിട്ടും. അത് ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് -4.190 മൈനസ് ഐ ഇൻറ്റു 9.109 എന്ന് കിട്ടും. അത് കാൽക്കുലേറ്റർ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ കാണിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇസഡിന് നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കോസിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുക. അപ്പോൾ അതൊരു ആപ്ലിക്കേഷനാണ്. ഇനി കോസിൻ്റെയും സൈൻ്റെയൊക്കെ വാല്യൂസ് നോക്കിയേ. കോസ് ഇസഡിൻ്റെ വാല്യൂ കോസ് എക്സിനെയും സൈൻ എക്സിനെയും ഡിപ്പെൻഡ് ചെയ്ത്, അതുപോലെ തന്നെ സൈൻ ഇസഡിൻ്റെ വാല്യൂ ആണെങ്കിൽ നമുക്ക് സൈൻ എക്സിനെയും കോസ് എക്സിനെയും ഡിപ്പെൻഡ് ചെയ്തായതുകൊണ്ട് കോസ് എക്സിലും പീരിയോഡിക് വിത്ത് പീരിയഡ് 2π ആണ് നമുക്ക് പറയാൻ പറ്റും. ഫ്രം
എ ആൻഡ് ബി, അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഫ്രം എ ആൻഡ് ബി we see that cos z and sin z are periodic with period 2π. അപ്പം സൈനിസിലും കോസിസിലും പീരിയോഡിക് വിത്ത് പീരിയഡ് 2π ആയിരിക്കും. അത് നമുക്ക് ഇതിൽ നിന്ന് ഫോളോ ചെയ്യുന്ന കാര്യമാണ്. റിസൾട്ട് എയും ബിയും പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറയാം. കാരണം കോസും സൈൻ്റെയും ടേംസിലാണ് അത് വന്നേക്കുന്നത്. അപ്പം കോസെക്സും സൈനെക്സും പീരിയോഡിക് വിത്ത് പീരിയഡ് 2π ആയതുകൊണ്ട് നമുക്ക് കോസിസിലും സൈനിസിലും പീരിയോഡിക് വിത്ത് പീരിയഡ് 2π റിയൽ പോലെ തന്നെ. അപ്പം റിയൽ പോലെ തന്നെ ടാനും കോട്ടും നമുക്കപ്പം പീരിയോഡിക് വിത്ത് പീരിയഡ് പൈ എന്ന് പറയും. ടാനും കോട്ടും പീരിയോഡിക് വിത്ത് പീരിയഡ് പൈ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് ഫോളോ ചെയ്തത്. ജസ്റ്റ് ബ്രാക്കറ്റ് ചെയ്ത് എഴുതിയാൽ മതി. periodic tan z and cot z are periodic. ഇതിൽ നിന്ന് ഫോളോ ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞെന്നുള്ളത് വിത്ത് പീരിയഡ് പൈ. കാരണം കോസിസിലും സൈനിസിലും പീരിയോഡിക് വിത്ത് പീരിയഡ് 2π. അപ്പം സിമിലർലി ടാനിസിലും കോട്ടിസിലും പീരിയോഡിക് വിത്ത് പീരിയഡ് പൈ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇതുവരെ നമുക്ക് സിയിൽ നിന്നും ഡിയിൽ നിന്നും കിട്ടുന്ന ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. കോസെക്സും സൈനെക്സിൻ്റെയും മോഡുലസ് വാല്യൂ എപ്പോഴും നമുക്കറിയാം. നമ്മൾ ഓൾറെഡി പണ്ട് സ്കൂൾ തൊട്ടേ പഠിക്കുന്നതാണ്. മോഡുലസ് ഓഫ് കോസെക്സും മോഡുലസ് ഓഫ് സൈനെക്സും എപ്പോഴും <1 പക്ഷേ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ sin h² cos square x plus sin x square, cos squareൻ്റെ വാല്യൂ എപ്പോഴും <1 ആണ്. പക്ഷേ sin h² എന്ന് പറയുന്നത് y ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ sin h² യും ഇൻഫിനിറ്റിയിലോട്ട് പോകും. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ അകത്തും sin h² ഉള്ളത് കൊണ്ട് മോഡുലസ് ഓഫ് സൈനസിലും കോസിസിലും അൺബൗണ്ടഡ് ആണെന്ന് നമുക്ക് പറയാം. ഇപ്പം ഒന്നും കൂടെ പറയാം. കോസെക്സും സൈനെക്സും നമുക്കറിയാം അത് ബൗണ്ടഡ് ഫംഗ്ഷനാണ്. മോഡുലസ് ഓഫ് കോസെക്സും മോഡുലസ് ഓഫ് സൈനെക്സും എന്ന് പറയുന്നത് <1 വരുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ കോസിസിൽ നോക്കുവാണെങ്കിൽ കോസിസിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറഞ്ഞാൽ cos square x-നെയും sin h² ഡിപ്പെൻഡ് ചെയ്യും. y ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പം sin h² ഇൻഫിനിറ്റിയിലോട്ട് പോകും. അതുപോലെ ഇതും ഇൻഫിനിറ്റി sin h² ഇതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് അത് ഇൻഫിനിറ്റിയിലോട്ട് പോകും. അപ്പോൾ അതാണ് നമുക്കൊരു റിസൾട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ട്. അതാണ് ഫ്രം C and D we see that the complex cosine function, the complex cosine and sine functions are not bounded. But approach infinity in absolute value as y tends to infinity, since sin hy tends to infinity. y ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ sin hy ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നത് കൊണ്ട് കൊസൈൻ്റെയും സൈൻ്റെയും മോഡുലസ് വാല്യൂ ബൗണ്ടഡ് ആയിരിക്കുകയാണ്. കാരണം മോഡ് കോസെക്സിലും മോഡ് സൈനിസിലും ഇൻഫിനിറ്റിയിലോട്ട് പോകും. അതുകൊണ്ട് അത് ബൗണ്ടഡ് ആയിരിക്കത്തില്ല. ബട്ട് നമുക്കറിയാം മോഡുലസ് ഓഫ് കോസ് എക്സ് <1 ആൻഡ് മോഡുലസ് ഓഫ് സൈൻ എക്സ് <1. അപ്പം മോഡുലസിൻ്റെ കേസിൽ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. സൈൻ്റെയും കോസിൻ്റെയും നമ്മുടെ റിയൽ നമ്പർ സിസ്റ്റത്തിലാണെങ്കിൽ അതിൻ്റെ മോഡുലസ് <1 ആയിരുന്നു. പക്ഷേ കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിൽ അത് 1 അല്ല, <1 എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല.